സൂക്കിൽ നമ്മളെ തായ്ഫിലുള്ള നമ്മളെ പാർക്കിലാണ്. നമ്മളെ ചങ്കുകളൊക്കെ ഉണ്ട്. അംബാനി അല്ല, അംബാനിയാ. നല്ല ചൂടുള്ള ചൊളാപ്പൊരി ഉണ്ട്. പിന്നെ ചായ നല്ല സുലൈമാനി. കാവല്ല, സുലൈമാനി അല്ല, കാവന്റെ കാരണമല്ലാണ്. ഗാവയെന്ന് നമ്മള് പറയല്ലേ, നമ്മള് സൗദി വന്നാ ലോക്കൽ സംസാരിക്കല്ലേ, ഗാവയായിരിക്കും. നമ്മൾ സൗദി വന്നാൽ നമ്മൾ സൗദി ആയിരിക്കും. സൗദിയിൽ കട്ടൻ ചായ വെച്ചാലും കാവല. നമ്മളെന്ത് പച്ചവെള്ളം കുടിച്ചാലും അത് ഗാവ. ചൊളാപ്പൊരി, ചൂടോടെ ചൊളാപ്പൊരി, പിന്നെന്താ മിച്ചറ് എല്ലാം ഉണ്ടല്ലോ. പിന്നെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് കേട്ടോ. ശ്വാസകോശം സ്പോഞ്ച് പോലെ. അത് എല്ലാരും ഇല്ല, അത് പനുള്ളൂ. കാസർഗോഡ് ഇച്ച. ഹലോ ഹായ് ഫ്രണ്ട്സ്. ഏതാ വൈബ്? അംബാനിയ എങ്ങനെയുണ്ട്? അടിപൊളി, എൻജോയ്. ജീവിതം ഒന്നേ ഉള്ളു, ആസ്വദിക്കാം. അല്ല, ജീവിതം ഒന്നേ ഉള്ളു, എൻജോയ് ആക്കാം, അത്ര തന്നെ ഉള്ളു. പിന്നെ ഓരോ എൻജോയ്മെന്റുകൾ അതിനത് മുതലാക്കാം. റൂമിൽ ഉറങ്ങി തീർന്ന ഒരു കാര്യമില്ല. അല്ല, നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇറങ്ങണം. ഇന്ന് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായി. എന്നാൽ ഈ വൈബ് അടുത്ത പ്രാവശ്യം കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഇറങ്ങാ, എൻജോയ് ആക്കാം. നമുക്ക് പറ്റുന്ന എൻജോയ് ഇത്രേ ഉള്ളൂ. ജാഫർ ഭയങ്കര ഉറക്കം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു കാലത്ത് നിങ്ങളെ വന്നില്ലെങ്കിൽ എല്ലാം ശരിയാക്കിട്ട് അടിച്ചു പൊളിക്കാം. കട്ടൻ ചായ, മിച്ചറ്, ചൂടുണ്ടേ, ഐറ്റംസ് ഉണ്ട് സുഹൃത്തുക്കളെ. അടിപൊളി, എൻജോയ്. പാവങ്ങളുടെ അംബാനി വൈബ്, പാവങ്ങളുടെ അംബാനി വൈബ്. ചോളാപ്പൊരിയുണ്ട്, മിച്ചറുണ്ട്, ജാഫർ അടിക്കുണ്ട്, പിന്നെ ഞാനുണ്ട്. സമതുണ്ട്. ഫോട്ടോ എടുക്കുമ്പോ മേലെ എടുക്കണേ. പക്ഷെ താഴത്തുനിന്ന് മേലെ എടുക്കുമ്പോ പ്രശ്നമാണ്. മേലെന്ന് താഴത്തേക്ക് എടുക്കേണ്ടത്. അങ്ങനെ ഫോട്ടോ വീഡിയോ എടുക്കുമ്പോ കട്ടൻ ചായ. ഇതെന്റെ നമ്മളെ സെലീനാത്ത അറിയണ ഇത് അറിയണേ. ഹലോ ഫ്രണ്ട്സ്. അങ്ങനെ അറിയ എങ്ങനെയുണ്ട്? നിങ്ങൾ മേടിക്കുന്ന ചോളാപ്പൊരി അടിപൊളിയല്ല. ഇച്ചുണ്ടാക്കിയ അതവൻ എടുത്തോട്ടെ. സ്പോൺസർ എല്ലാരും മിക്സ് ആയിക്കോട്ടെ. അപ്പൊ ആർക്കും ഇതില്ലല്ലോ. ആള് മറ്റേ ഇവിടെ വന്നിട്ട് ഒരു കടയിൽ പോയെന്ന്. ഞാൻ ഇവിടെ വന്നിട്ട് 1 വർഷം, അയാൾ വന്നിട്ട് 2 മാസമായി. ഇപ്പൊ ഇയാള് ഏതാ കട? 5 റിയാലിന്റെ കട. അവിടെ എന്തോ മേടിച്ചു. അവിടെ പോയിട്ട് 5 റിയാലിന്റെ സ്പ്രേ മേടിച്ചു. 2 സ്പ്രേ, ഒന്ന് സമയത്ത് കേടുത്തു. ഇതിനു മുമ്പ് വേറെന്തോ പറഞ്ഞായിരുന്നില്ല അതിനെ. അത്ര വാങ്ങി 1 റിയാൽ. അവൻ പോയത്, അവൻ തൃശ്ശൂരായിരുന്നു, അവൻ നാട്ടിലെത്തി. ഇത് വേറെ ആരെയും മേടിച്ച? പാകിസ്ഥാന്റെ കളിക്കാരുടെ പേരാണ് അക്തർ. അക്തർ. എല്ലാം ശരിയോ? അടയാളായി. നോ ടെൻഷൻ. അതുകൊണ്ടായിരിക്കും നമ്മൾ ഇത്ര എൻജോയ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ വഴിയായിരിക്കും പോകുന്നത്. ഞാൻ ഇവിടെ മക്കത്ത് അടുത്തുണ്ടായോണ്ട് കുഴപ്പമില്ല. അതിന്റെ മുന്നേ ദജ്ജാല് വന്നിട്ട് ആകാശം നോക്കൂ. അല്ല, ഇമാമാര് വന്ന് പോയിട്ട് ദജ്ജാല് വന്ന് ആകാശം നക്കി 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 റെഡിയാവും. ഞാൻ പോയി കണ്ടിട്ട് വരും. അവിടെയാണ് കളി. 20 കൊല്ലോടി കഴിഞ്ഞിട്ട് വന്നു. അവനോട് പറഞ്ഞ് ഇത് മുൻകൂട്ടി ആരോ ഇയാളെ കാര്യം ഇതിന് ഉപ്പ് പഴുത്ത. അപ്പൊ അമീന്റെ വണ്ടി കയറി പോണ്ട നമുക്ക് കാണാൻ പോവാന്. ഞാൻ ബാക്കിൽ ഇരുന്നോളാം. പെട്ടെന്ന് ദൂരം തണുത്ത് പോവാം. വെജിറ്റബിൾ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ ബാക്കി ചില്ലറാം.
യുദ്ധങ്ങൾ പോകുമ്പോ ചൂടുണ്ടാവും. സാലറി വീണിട്ട് ഉംറക്ക് പോകുന്നതായിരിക്കും മക്കത്ത്. ആദ്യത്തെ ഉംറ, എന്റെ ആദ്യത്തെ ഉംറ. നിങ്ങൾ വല്ലോ എത്രാമത്തെ ഉംറയാണ്? എന്റെ മക്കളെ പേരിൽ ഇല്ലെങ്കിൽ എന്തുണ്ടല്ലോ. എങ്ങനെയുണ്ട്? സെറ്റല്ലേ പരിപാടി? സെറ്റല്ലേ? എവിടെ ജാഫറോടെ? ജാഫറിനെ കാണാനല്ലോ. ഇന്നത്തെ രാത്രി പഠിച്ചവന്റെ തൗഫീക്ക് കൊണ്ട് വളരെ റാഹത്തുള്ള ഒരു രാത്രിയായി മാറി. അൽഹംദുലില്ലാ. ഒരു ഓർമ്മയായി, നല്ലൊരു മെമ്മറീസ് ആയി. നല്ല കട്ടൻ ചായ, പരിപ്പ് വടയും. ബാധ്യതകളൊക്കെ ഒതുങ്ങി ഈ മാസം ഇൻഷാല്ലാ ഒരു ഐഫോൺ എടുക്കണം വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ, നമ്മുടെ അടുത്ത വീഡിയോ എല്ലാവർക്കും കൊടുക്കും. അത് ആഗ്രഹങ്ങൾ ഞാൻ എന്റെ ഫോണിലോട്ട് നിലവെറ്റു കൊടുക്കും. തസീമ് ഐഫോൺ വാങ്ങിയത് പഞ്ചായത്ത് കിണറിന്റെ ഒരു കയറി എല്ലാവർക്കും കൊടുക്കും. പഞ്ചായത്ത് കിണർ എല്ലാവർക്കും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ 2-3 ദിവസം കൊടുക്കും. ആഗ്രഹം തിരുമ്പ് കൊണ്ട് തന്നാ മതി, പൊട്ടിക്കാതെ. അല്ലേ വന്ന പോലെ ഓടി. ഓക്കെ, സെറ്റാണ് ബ്രദർ. അത് ഇന്നേക്കോട്ടെ, വായിക്കാന്ന്. ജാഫ്രെ ഒന്ന് പാടുറാ, ജാഫ്രെ പാടുറാ. ചാലക്കുടി ചന്തക്ക് പോയപ്പോ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ പാടുറ ജാഫ്രെ. ശാസ്ത്രീയ സംഗീതമല്ലേ അത്?